അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണേ. അല്ലാഹു കബൂലാക്കട്ടെ. ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ അതേ ആലിം കൗൺസിൽ പണ്ഡിതന്മാർ നേതൃത്വം നൽകിക്കൊണ്ട് നടത്തി വരുന്ന ദീനീ വിജ്ഞാന മജ്‌ലിസ് 2000 ഈ ക്ലാസ് എത്തുമ്പോ അത് കേട്ടവരാരാ, അത് ഇഷ്ടപ്പെട്ടവരാരാ, അതിനോട് മുഹബ്ബത്ത് വെച്ചവരാരാ, അതിനെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും മനസ്സിലാക്കിയവരാരാ, അതിനെ കേട്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നവരാരാ, അവരെല്ലാം എത്രയോ വലിയ വിജയികളിൽ പെട്ടവരാ. കാരണം അവർ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരല്ല, അവർ ദുനിയാവിനെ കേട്ടവരല്ല, അവർ ദുനിയാവിനെ മോഹിച്ചവരുമല്ല, അവർ അല്ലാഹുവിന്റെ ഇൽമിനെ പഠിക്കാൻ ആഗ്രഹിച്ചവരാണ്, അത് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ്, അത് കേട്ട് നടന്നവരാണ്. അത് കേട്ടിട്ട് തന്റെ ജീവിതത്തിലെ പാപങ്ങൾ കുറയ്ക്കുകയും നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് അല്ലാഹു അവരെ തള്ളിക്കളയൂല്ല. അങ്ങനെ തള്ളിക്കളയാത്ത പ്രവർത്തനത്തിന് പ്രതിഫലത്തിന് കാരണമായ ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത മുഴുവൻ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പാപങ്ങളാണ്, പാപികളാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഒരു പാപത്തിന്റെ പേരിലും ഞങ്ങൾ ചെയ്ത ഒരു സൽക്കർമ്മത്തിനെയും നീ തള്ളിക്കളയല്ലേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ, നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം നിന്റെ ത്വഅത്തിലായി, നിന്റെ ഈമാൻ കൊണ്ട് സലാമത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഈ പ്രസ്ഥാനത്തിന് ഇഷ്ടപ്പെടുന്ന, ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടന്നു വരുന്ന ദീനീ മജ്‌ലിസിനെ, ദീനീ വിജ്ഞാന ക്ലാസിനെ ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. പടച്ചവനെ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ മരണപ്പെട്ടു പോയ, ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. അല്ലാഹുവേ മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മുൻമറഞ്ഞു പോയ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്. മുഴുവൻ ആളുകളുടെ ഖബറിടങ്ങളും നീ വിശാലമാക്കണേ അല്ലാ. നീ മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടന്നു വരുന്ന ദീനീ വിജ്ഞാന ക്ലാസ് നീ നിലനിർത്തണേ അല്ലാ. ആലിമീങ്ങൾക്ക് നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല മനസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ, ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിനായി നാളെ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിൽ ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.